ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക പാസ് ഏർപ്പെടുത്തിയ ഒരു മേളയാണിത്. ആദ്യമായിട്ട് പാസ് ഏറ്റുവാങ്ങിയത് ശീതൾ ശ്യാമാണ്. ശീതളിനോട് ഇതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം. എന്ത് തോന്നുന്നു ശീതൾ? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ മേള 20 വർഷം പൂർത്തിയാക്കുമ്പോൾ അവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും മാത്രം പ്രാതിനിധ്യമായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ളൊരു മേള കൂടിയാണ് 21ാമത് മേള. മറ്റൊന്നുകൂടിയുണ്ട്, ഈ വർഷത്തെ മേളയുടെ പ്രധാന തീം എന്ന് പറയുന്നത് മൈഗ്രേഷനാണ്. നമുക്കറിയാം, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗവും LGBTIQയിൽപ്പെട്ട വിഭാഗമൊക്കെ തന്നെ പലരും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ മൈഗ്രേഷൻ ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെയും കൂടി അവസ്ഥകൾ പറയുന്ന ധാരാളം സിനിമകൾ ഇതിലുണ്ട്. ജെൻഡർ ബെൻഡർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പാക്കേജുള്ള സിനിമകളുണ്ട്. പലപ്പോഴും ചലച്ചിത്രമേളകളിൽ ഒറ്റ സിനിമകളോ അല്ലെങ്കിൽ 1-2 സിനിമകളെ മാത്രമാണ് കാണിക്കാറ്. പക്ഷേ ഈ വർഷം പ്രത്യേക ഒരു പാക്കേജ് ഈ ചലച്ചിത്രമേളയിൽ ജെൻഡർ ബെൻഡറിനെ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല, സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ജെൻഡറിനെ കുറിച്ചും വളരെ വിശദീകരിക്കുന്ന നല്ല സിനിമകൾ, ലോകോത്തര സിനിമകൾ തന്നെ ഇതിലുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല, പുരുഷൻ്റെയും പ്രണയവും സ്ത്രീയുടെ പ്രണയവും ട്രാൻസ്ജെൻഡറെയും പുരുഷൻ്റെയും ഒക്കെ പ്രണയങ്ങളെ ദൃശ്യവൽക്കരിക്കുന്ന പല സിനിമകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു പാസ് മാത്രമല്ല ചലച്ചിത്ര അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ളത്, അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ചലച്ചിത്ര അക്കാദമി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് അവർ കാണുന്ന സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള നിരൂപണങ്ങളും വിശേഷങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അവർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി, റൂം ഫെസിലിറ്റി ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലായിരുന്നു അക്കാദമി ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ചലച്ചിത്രമേള നടത്തുന്നത്.